നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലുള്ള ഗ്രാജുവേറ്റ് അതുപോലെ ടെക്നീഷ്യൻ അപ്രന്റീസിനെ കുറിച്ച് ഒഴിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തുള്ളതാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. തിരുവനന്തപുരം വലിയമലയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നിലവിലുള്ള അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ആദ്യമായിട്ട് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 9 വേക്കൻസികൾ, ഇലക്ട്രിക്കൽ 2, ഇലക്ട്രോണിക്സ് 1, കമ്പ്യൂട്ടർ സയൻസ് 2, ഇൻസ്ട്രുമെന്റേഷൻ 1, അങ്ങനെയാണ്. അപ്പോൾ പ്രതിമാസം ഇവർക്ക് 9,000 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. 1 വർഷത്തേക്കായിരിക്കും അപ്രന്റീസ്ഷിപ്പ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനുവേണ്ടി യോഗ്യത എന്നുള്ളത് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദം മുതൽ ഡിപ്ലോമ കഴിഞ്ഞ ലാറ്ററൽ സ്കീമിൽ ചേർന്നെങ്കിൽ 3 വർഷം കൊണ്ട് പൂർത്തിയാക്കലായിരിക്കണം. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമായിരിക്കണം. 65% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി CGP ആണെങ്കിൽ 6.84, 10 സ്കോറിൽ 6.84 ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആകെ 15 ഒഴിവുകളാണ് ഉള്ളത്. പ്രതിമാസം 9,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. അടുത്ത ടെക്നീഷ്യൻ അപ്രന്റീസ്, അതായത് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഉള്ള അവസരം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് 22, ഇലക്ട്രിക്കൽ 2, സിവിൽ 1, ഓട്ടോമൊബൈൽ 1, കൊമേഴ്സ്യൽ പ്രാക്ടീസ് 1 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. അങ്ങനെ ആകെ 27 ഒഴിവുകളാണ് ടെക്നീഷ്യൻ അപ്രന്റീസിലേക്കുള്ളത്. ഇതിനുവേണ്ടി യോഗ്യത ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദം, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, അതായത് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 1ാം ക്ലാസ്സിലൂടെ പാസ്സാവരായിരിക്കണം. 1 വർഷത്തേക്കായിരിക്കും അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക. പ്രതിമാസം 8,000 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. കൊമേഴ്സ്യൽ പ്രാക്ടീസിന് ഒരൊഴിവാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് 3 വർഷത്തെ ആയിരിക്കണം. അത് 60% മാർക്ക്, അതായത് 1ാം ക്ലാസ്സിലൂടെ പാസ്സായിരിക്കണം. CGP ആണെങ്കിൽ 6.32, 10 സ്കെയിലാണെങ്കിൽ 6.32 സ്കോർ ഉണ്ടായിരിക്കണം. ആകെ 27 ഒഴിവുകളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ ആയിരിക്കും. വോക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എവിടെ വെന്യൂ ഡേറ്റും പറയുകയാണെങ്കിൽ 2025 ഫെബ്രുവരി 15-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 4 മണി വരെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള LPSC പവലിയൻ, ഡോൺ ബോസ്കോ കോളേജിലെ, അതായത് സുൽത്താൻ ബത്തേരിയിലുള്ള വയനാട്ടിലെ ഡോൺ ബോസ്കോ കോളേജിൽ നടക്കുന്ന അവിടെ ഉള്ള LPSCയുടെ പവലിയനുണ്ട്. അവിടെ വെച്ചായിരിക്കും വോക്ക് ഇന്റർവ്യൂ നടത്തുക. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് അവസരം. 2025 ഫെബ്രുവരി 15 ശനിയാഴ്ചയാണെന്ന കാര്യം മനസ്സിലാക്കുക. രണ്ടിന്റെയും ഇന്റർവ്യൂ ഒരേ സമയത്തായിരിക്കും. ആ സമയത്ത് നമ്മളവിടെ ഹാജരാകുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2021 ശേഷം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സാകാൻ മാത്രം ഇതിലേക്ക് അപേക്ഷിക്കാൻ മതിയാകും എന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ അംഗീകാരം കേരള ഗവൺമെന്റും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള സർവകലാശാല നടത്തുന്ന ബിരുദങ്ങൾ അല്ലെങ്കിൽ ഡിപ്ലോമ മാത്രമേ ഇതിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാക്ക്ലോഗ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി CGP ആണ് ഇങ്ങനെ പെർസെന്റേജ് കൺവേർട്ട് ഡീറ്റെയിൽസ് നമ്മൾ ഹാജരാക്കേണ്ട കാര്യമുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. വേറെ ഏതെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ അവർ അപ്ലൈ എലിജിബിൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഒരേ സമയം 2 അപ്രന്റീസ്ഷിപ്പ് അലോ ചെയ്യത്തില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായതിനു ശേഷം 5 വർഷത്തിന് ശേഷം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് കൺസിഡർ ചെയ്യത്തില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. 2025 ഫെബ്രുവരി 15-ാം തീയതി വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ഡോൺ ബോസ്കോ കോളേജിൽ വെച്ച് നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക. അതിൽ നോക്കി സെലക്ഷൻ അനുസരിച്ചായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കും. അപേക്ഷാ ഫീസൊന്നും ഇല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവരൊക്കെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ബയോഡാറ്റ അതുപോലെ കൊണ്ടുവരണം. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റ് കോപ്പിയും കൊണ്ട് അത് വെച്ച് സ്ക്രീൻ ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി നടപടികൾ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. താങ്ക് യു.